നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലെ സ്യൂവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തിക്കാതെയായിട്ട് വർഷങ്ങളാകുന്നു. മലിനജലം പോലീസ് ക്വാർട്ടേഴ്സിന് സമീപമുള്ള ഓടയിലൂടെ നെയ്യാറിലേക്ക് ഒഴുക്കിവിടുന്നുവെന്നാണ് പരാതി. ദുർഗന്ധം കാരണം രോഗികളും പരിസരവാസികളും ബുദ്ധിമുട്ടുകയാണ്. 10 വർഷം മുൻപ് 1 കോടിയിലേറെ രൂപ മുടക്കിയാണ് പ്ലാന്റ് സ്ഥാപിച്ചത്. ഈ ദുർഗന്ധത്തിനൊരു പരിഹാരമുണ്ടാകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ തുക വകയിരുത്തി ചെയ്യാം എന്നുള്ള ഉറപ്പ് പല ഘട്ടങ്ങളിലും ആശുപത്രി സൂപ്രണ്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് ഈ സമയം വരെ നടപ്പിലാക്കാൻ ജില്ലാ പഞ്ചായത്ത് ഭരണാധികാരികൾ ഭരണകൂടം തയ്യാറായില്ല എന്നതാണ് വാസ്തവം. അരുൺ സോളമൻ ചേരുന്നു നമുക്കൊപ്പം. അരുൺ സോളമൻ, സ്യൂവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തനരഹിതമായിട്ടും അത് പരിഹരിക്കാനുള്ള ഇടപെടലുകൾ എന്തുകൊണ്ടുണ്ടാകുന്നില്ല? സുജയ, 10 വർഷം മുന്നേ, അതായത് UDF സർക്കാരിൻ്റെ കാലത്താണ് നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ ഇത്തരത്തിലൊരു സ്യൂവേജ് പ്ലാന്റ് ഇവിടെ സ്ഥാപിച്ചത്. പക്ഷേ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇത് പ്രവർത്തനരഹിതമായി എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ സ്ഥലത്ത് അധികം നേരം നമുക്ക് നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഈ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടുത്തെ ഈ പ്ലാന്റ് നിലവിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്ന ഈ മീറ്റർ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് ഏറ്റവും അടുത്തുള്ളത് ഒരു പോലീസ് ക്വാർട്ടേഴ്സ് ഉണ്ട്, പോലീസ് സ്റ്റേഷൻ കൂടിയുണ്ട്. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നതും ഇതിന് തൊട്ടടുത്താണ്. പക്ഷേ ഈ ക്വാർട്ടേഴ്സിൽ ഏകദേശം 100ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തോളമായി ഇത്തരത്തിൽ മലിനജലത്തിൻ്റെയും അതുപോലെ തന്നെ ഈ മാലിന്യത്തിൻ്റെയും ദുരിതത്തിൽ കഴിയുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളതെന്നുള്ളതാണ് നമുക്ക് ഈ പ്രദേശത്ത് വന്നപ്പോൾ അറിയാൻ കഴിയുന്നത്. പൂർണ്ണമായിട്ടും വളരെ തുറന്ന് അലസമായിട്ടിട്ടിരിക്കുന്ന ഒരു മാലിന്യ പ്ലാന്റാണ് ഇത്. ഇത്തരത്തിൽ കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നു. കാരണം ഈ സ്യൂവേജ് പ്ലാന്റ് കൊണ്ട് സർക്കാർ പ്രധാനമായും ഉദ്ദേശിച്ചത് ഈ ആശുപത്രിയിലുള്ള പ്രധാനമായിട്ടുമുള്ള ഓപ്പറേഷൻ തിയേറ്ററിലെയും അതുപോലെ തന്നെ അലക്ക് യൂണിറ്റിൻ്റെയും കാഷ്വാലിറ്റിയിലുള്ള മലിനജലവും അതുപോലെ തന്നെ ദ്രവമാലിന്യവും കളക്ട് ചെയ്തുകൊണ്ട് ഇത് ശുദ്ധജലമായിട്ട് പുനരുപയോഗിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്ലാന്റാണ് 10 വർഷം മുന്നേ 1.5 കോടി രൂപയുടെ ഒരു ബഡ്ജറ്റിൽ ചെയ്തത്. അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നത് VS ശിവകുമാറാണ്. പക്ഷേ അന്ന് ഈ കാണുന്ന തരത്തിലുള്ള യാതൊരു റൂഫൊന്നും തന്നെ ഇതിനുണ്ടായിരുന്നില്ല. തുടർന്ന് ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടും ഈ മോട്ടോറെല്ലാം തന്നെ ഈ മഴ നനഞ്ഞ് എല്ലാം തകരാറിലായിരിക്കുകയാണ്. തുടർന്ന് ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് അടുത്താണ് MP രാജേഷ് ഇടപെടുകയും തുടർന്ന് ഒരു 30 ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ റൂഫ് ചെയ്തു. ഈ റൂഫ് ചെയ്തുവെങ്കിലും അതിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പ്രദേശത്ത് വന്നു നിൽക്കുന്നവർ വളരെയധികം ദുരിതത്തിൽ അനുഭവിക്കുന്നു. പ്രധാനമായിട്ടും ഉള്ളത് ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ അറിയാം. ഈ പ്ലാന്റിൽ കാണുന്നതെല്ലാം പായൽ പിടിച്ച ഈ വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുകയാണ്. ആ ഒഴുക്കി വിടുന്ന വെള്ളം പ്രധാനമായിട്ടും കേരള വാട്ടർ അതോറിറ്റിയുടെ പമ്പ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന നെയ്യാറിലേക്കാണ് ഒഴുക്കി വിടുന്നത്. ഈ കുടിവെള്ളം അവിടെ നിന്നും ഫിൽട്ടർ ചെയ്താണ് വീണ്ടും ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ വീടുകളിലെത്തുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ആ ഫിൽട്ടറിംഗ് പോലും കാര്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ്. ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം. വളരെ ഗുരുതരമായിട്ടുള്ളൊരു അനാസ്ഥയാണ് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ നടക്കുന്നത്. കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ഇത്തരത്തിലൊരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ നമുക്കിപ്പോൾ ഇവിടെ ആൾക്കാർ നമുക്കിവിടെ ഉണ്ട്. ഇവരുടെ പ്രതികരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒക്കെ അറിയാം. ചേട്ടാ, എത്ര നാളായിട്ട് ഈ പ്രശ്നമുണ്ട്? ഈ പ്രശ്നം കുറേ നാളുകളായിട്ടുണ്ട്, കുറച്ച് കാലങ്ങളായിട്ട് ഇതുണ്ട്. ഇത് ഞങ്ങൾ ഈ വെള്ളമാണ് വളരെയധികം കുടിക്കുന്നത്. വളരെ മോശമായിട്ടാണ്. ബാക്കിയുള്ളവരോട് നമുക്ക് ചോദിക്കാം. ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് പരാതി എന്തെങ്കിലും നൽകിയിരുന്നോ നഗരസഭയ്ക്ക് എന്തെങ്കിലും? നഗരസഭയ്ക്ക് പരാതിയുണ്ട്. നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ഫ്രാങ്ക്ലിനുണ്ട്. പുള്ളിയോട് സംസാരിക്കാം. സുജയ, നമുക്കിപ്പോൾ ഇവിടെ നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ജോസ് ഫ്രാങ്ക്ലിൻ ഇവിടെയുണ്ട്. അദ്ദേഹം പ്രധാനമായിട്ടും ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടിരിക്കുന്നത് പ്രധാനമായി 2016 ഈ പിണറായി സർക്കാർ എത്തിയപ്പോൾ തന്നെ ഈ താലൂക്ക് ആശുപത്രി 2014 ജനറൽ ആശുപത്രിയായിട്ട് ഉയർത്തിയിരുന്നതാണ്. പക്ഷേ 2017 ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്തിൻ്റെ അധികാരത്തിലേക്ക് ജനറൽ ആശുപത്രിയെ വീണ്ടും താലൂക്ക് ആശുപത്രിയാക്കി മാറ്റുകയുണ്ടായി. ആ ഒരു ഘട്ടത്തിൽ നിയമപരമായിട്ട് നെയ്യാറ്റിൻകര നഗരസഭയ്ക്ക് ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് സാങ്കേതികപരമായിട്ടുള്ള ഒട്ടനവധി ബുദ്ധിമുട്ടുകളുണ്ട്. ഇത്തരത്തിലൊരു വിഷയം ഉണ്ടായപ്പോൾ തന്നെ അതിൽ ഇടപെടുന്നതിനുള്ള പ്രശ്നങ്ങളുണ്ടെന്നുള്ളതാണ് ജോസ് ഫ്രാങ്ക്ലിൻ കുറച്ചു മുന്നേ നമ്മളോട് പറഞ്ഞത്. ഇതിൽ എന്താണ് പ്രധാനമായും ഇത്തരത്തിലൊരു വിഷയം കാലങ്ങളായിട്ട് ഉയർന്നതാണല്ലോ. നെയ്യാറ്റിൻകരയെ സംബന്ധിച്ച് ഗുരുതരമായ ഒരു മാലിന്യ പ്രശ്നമാണ് ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് മുഖാന്തരം ഉണ്ടായിട്ടുള്ളത്. ഈ പ്രദേശത്തെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. നഗരസഭയ്ക്ക് ഇതിനകത്ത് കാര്യക്ഷമമായി ഇടപെടാൻ കഴിയുന്നില്ല എന്നത് ഭരണപരമായിട്ടുള്ള ഒരു പ്രശ്നം നിലനിൽക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനതയിൽ 1 കോടിയിലേറെ രൂപ മുടക്കി സ്ഥാപിച്ച പ്ലാന്റ് എന്തുകൊണ്ട് പ്രവർത്തനക്ഷമമാകുന്നില്ല? 10 വർഷമായി മാലിന്യം നെയ്യാറിലേക്കാണ് ഒഴുകിപ്പോകുന്നത്. അത് മറ്റൊരു പ്രശ്നം. ദുർഗന്ധം കാരണം രോഗികൾക്കും പരിസരവാസികൾക്കുമുള്ള ബുദ്ധിമുട്ട്. ഇതൊന്നും കാണുന്നില്ലേ അധികൃതർ എന്ന ചോദ്യമാണ് അരുൺ സോളമൻ അവിടെ എത്തി ഉയർത്തുന്നത്.